അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആൺകുട്ടികളുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് എഐസിസിയുടെ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞിരിക്കുകയാണ്. സർക്കാരിന് അത് അറിയാവുന്നതുകൊണ്ടാണ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പല പ്രഖ്യാപനങ്ങളും നടത്തുന്നതെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. വേണുഗോപാലിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അവർക്കറിയാം ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും, UDFന്റെ സർക്കാർ വരും. ആ സർക്കാർ വന്നാൽ ഇതൊക്കെ നടപ്പിലാക്കുന്നവർക്ക് അറിയുന്നതുകൊണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തുന്നതാണ് അവർ. അതിലൊന്നും ജനം വീഴാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിലെ ജനം തീരുമാനിച്ചിട്ടുണ്ട്, മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടുള്ള കാര്യം സത്യമാണ്. അങ്ങനെ ലിംഗനീതി ലിംഗസമത്വമൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഒരു പാർട്ടിയുടെ വെറും ഒരു നേതാവല്ല കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചോളം പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ആ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഈ ആൺകുട്ടികളുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ അതിലൊരു ശരികേടില്ലേ എന്ന് വലിയൊരു സമൂഹം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം ആര്യ പി ചേരുന്നുണ്ട്. ആര്യ, ഇതിൽ നമ്മൾ നിസ്സാരമായിട്ട് ഈ ഒരു ബൈറ്റിനെ നമുക്ക് സമീപിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് പൊതുസമൂഹത്തിൽ നിന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭാഷണം കെ.സിയിൽ നിന്നും ഉണ്ടായത്? ഒരു പെട്ടെന്ന് ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ വിലയിരുത്തണം? ഇന്നലെയാണ് ആലപ്പുഴയിൽ വെച്ച് രാജ്യമറിയുന്ന കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഈ പ്രസ്താവന നടത്തിയത്. ഇന്നലത്തെ ദിവസത്തിന് നവംബർ 2-ന് മറ്റൊരു വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. വർഷങ്ങളായുള്ള ഒരു കാത്തിരിപ്പ്, ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ ദിവസമാണ്. നമ്മുടെ പെൺപട സൂപ്പറാണെന്ന്, നമ്മുടെ പെൺകുട്ടികൾ അത്രത്തോളം പൊളിയാണെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. പ്രോട്ടസിനെ തോൽപ്പിച്ച് വിശ്വകിരീടം നമ്മുടെ പെൺകുട്ടികൾ ഉയർത്തിയ ദിവസമാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു രാഷ്ട്രീയ നേതാവ് ആൺകുട്ടികൾ ഭരിക്കും കേരളം അടുത്ത വർഷമെന്ന് പറയുന്നത്. കെ.സി. വേണുഗോപാൽ ഈ പറയുന്ന സമയത്ത് കെ.സിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഷാനിമോൾ ഉസ്മാനാണ്. അപ്പോൾ ഷാനിമോൾ ഉസ്മാന്റെ മനസ്സിൽ എന്തായിരിക്കും ആ നിമിഷം വന്നിട്ടുണ്ടാവുക? ആ ചിന്ത എന്തായിരിക്കും? ആ സമയത്ത് എന്തുകൊണ്ടാണ് കെ.സി. വേണുഗോപാലിനെ ഒന്ന് തിരുത്താൻ, അല്ലെങ്കിൽ അത് മോശമായി എന്ന് പറയാൻ ഷാനിമോൾ ഉസ്മാന് തോന്നാതിരുന്നത്? ഇതിൽ കുറേ കാര്യങ്ങൾ, ഒരുപക്ഷെ കോൺഗ്രസിന്റെ പാരമ്പര്യവും ചരിത്രവും കെ.സി. വേണുഗോപാൽ മറന്നുപോയിട്ടായിരിക്കും. ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? പ്രതിഭാ പാട്ടീലാണ്. അപ്പൊ ആ ചരിത്രം പേർന്ന, ആ പാരമ്പര്യം പേർന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല ആര്യ, നമുക്കറിയാം ഇവിടെ കേരളത്തിലാണെങ്കിൽ പോലും അത് ഈ ഒരു DCC അധ്യക്ഷയായിട്ട് ഒരു വനിതയെ വെച്ച ഒരു സംസ്ഥാനം കൂടിയാണ്, ഒരു പാർട്ടിയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇവരൊക്കെ ഈ കാര്യത്തോട് ഒരു പുറമേനിക്ക് മാത്രം വേണ്ടിയാണ്, ഇതൊക്കെ നാട്യങ്ങളാണോ നമുക്ക് തോന്നിപ്പോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KPCCയുടെ ഒരു ജംബോ പട്ടികയാണ്. ആ ജംബോ പട്ടികയിൽ എത്ര വനിതാ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പറച്ചിലൊന്നും അത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പാർട്ടിയും CPM നോക്കിയാലും അല്ലെങ്കിൽ BJPയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങളൊരു ബദൽ മാർഗം സ്വീകരിക്കുന്നവരാണെന്ന് ഇന്ദിരാഗാന്ധിയെ മുന്നിൽ നിർത്തിയെങ്കിലും പറയാൻ പഠിക്കേണ്ട ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. തീർച്ചയായും അതിപ്പം 2026 നമ്മൾ വിചാരിക്കുകയാണ് UDF അധികാരത്തിൽ വന്നാൽ. അപ്പോൾ കെ.സി. വേണുഗോപാൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ മന്ത്രിസഭയിൽ ഒരു വനിതയും ഒരു സ്ത്രീയും ഉണ്ടാകില്ല എന്നാണോ കെ.സി? നമ്മൾ കേരളത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കേരളമാണ്. അനുപാതത്തിൽ സ്ത്രീകൾ കൂടുതലുള്ളത് കേരളത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് വന്നിട്ടാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിലും ഇനി വാർ റൂം തുറക്കുമെന്നൊക്കെ കേൾക്കുന്നു. അത് മാത്രമല്ല, ഈ ആൺകുട്ടികൾ എന്ന് പറഞ്ഞല്ലോ, കെ.സി. വേണുഗോപാലിന്റെ വയസ്സ് എത്രയാണ്? 62. VD സതീശന്റെ വയസ്സ് എത്രയാണ്? 61. രമേശ് ചെന്നിത്തലയുടെ വയസ്സ് എത്രയാണ്? 69. ഇത് ആൺകുട്ടികളാകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുന്നത്, എന്നാലും മുഖ്യമന്ത്രിയാകാൻ കുപ്പായം ഇട്ടിരിക്കുന്ന ആളുകളുടെ പ്രായമാണിത്. ഇത് വളരെ മോശം ഒരു സന്ദേശമാണ് കൊടുക്കുന്ന കാര്യത്തിൽ. രാഷ്ട്രീയക്കാർക്ക് പക്വത എന്ന് പറഞ്ഞാൽ വളരെ അത് മാത്രമല്ല, അത് വാവിട്ട വാക്കെന്ന് പറയില്ല. ഇപ്പൊ ഒന്ന് വി. ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളൊന്ന് എടുത്തു നോക്കണം. ഈ അവസരങ്ങൾ അങ്ങ് കൊടുക്കുക എന്ന് പറയില്ല. ഇപ്പൊ വി. ശിവൻകുട്ടി ഇന്ന് കണ്ണൂരിൽ ഒരു വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് പോയി. അപ്പോൾ ഒരു സ്കൂളിൽ പോകുന്നു, ഒരു പെൺകുട്ടി വി. ശിവൻകുട്ടിയുടെ ചിത്രം വരച്ച ഒരു ചിത്രം വരച്ചത് മന്ത്രിക്ക് കൊടുക്കാൻ വരികയാണ്. ആ ചിത്രം വരച്ചത് വാങ്ങുമ്പോൾ ആ കുട്ടി കരയുന്നു. എന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്, ഇത് പെണ്ണുങ്ങളുടെ കൂടി സർക്കാരാണ് മോളെ എന്ന് ആ മകൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെ അവിടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തിന് അവസരം കൊടുക്കുകയാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ചെയ്യുന്നത്. അതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് കേരളത്തിൽ വാർ റൂം തുറക്കുന്നതെങ്കിൽ അല്പം പ്രയാസപ്പെടും. എന്തായാലും ഒരു കാര്യം കൂടി ഉറപ്പിക്കാം, മന്ത്രിസഭയിൽ പ്രിയങ്കാ ഗാന്ധി ഉണ്ടാവില്ല. തീർച്ചയായും. അതായത് എന്തായാലും ഞങ്ങൾ ഒരേ നിലപാട് ഇക്കാര്യത്തിൽ മറ്റ് വ്യത്യസ്ത നിലപാടുണ്ടാകില്ല. കാരണം അവജ്ഞയോടുകൂടി തള്ളേണ്ട ഒരു പ്രതികരണമായി ഈ കെ.സി. വേണുഗോപാലിന്റെ മാറുന്നുണ്ട്. കാരണം പക്ഷേ അതിൽ പുള്ളിൽ നിന്ന് വരുന്ന ആണെങ്കിൽ പോലും നമ്മൾ ഈ രാഷ്ട്രീയക്കാരാണെങ്കിൽ പുറമേയെങ്കിലും ഒരു തെറ്റായ സന്ദേശം, ഇത്തരം വാചകങ്ങൾ പ്രയോഗിക്കുമ്പോൾ അവർ പക്വത കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സമത്വത്തിന് വേണ്ടിയൊക്കെ നിലപാട് എടുക്കുന്ന ആളുകളൊക്കെ അവരുടെ വാക്കുകൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണം പ്രയോഗിക്കാൻ എന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്.